കുംഭമേളയിലെ വൈറൽ പെൺകുട്ടി മൊണാലിസയ്ക്ക് വീണ്ടും പോലീസ് സംരക്ഷണം. ഹൈക്കോടതിയാണ് പോലീസ് സംരക്ഷണം നൽകാൻ പാലാരിവട്ടം പോലീസിന് നിർദ്ദേശം നൽകിയത്. പാലാരിവട്ടം പോലീസിന് ഹർജിയിൽ ഹൈക്കോടതി സ്വമേധയാ കക്ഷി ചേർത്തു. മൊണാലിസയുടെ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ്. വിവരങ്ങളുമായി ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട്. എന്താണ് ഹൈക്കോടതിയുടെ നിർദ്ദേശത്തിൽ പറയുന്നത്? നേരത്തെ ഈ മൊണാലിസയും ഭർത്താവും പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയെ സമീപിച്ചിരുന്നതാണ്. പോലീസ് സംരക്ഷണം നൽകിയിരുന്നതുമാണ്. പക്ഷേ അതിന്റെ കാലാവധി അവസാനിച്ചിരുന്ന സാഹചര്യത്തിൽ പോലീസ് സംരക്ഷണം നീട്ടിക്കൊടുക്കാൻ ആവശ്യപ്പെടുകയും പക്ഷേ ഈ രണ്ടുപേരെയും കണ്ടെത്താൻ പോലീസിന് അവരുടെ ലോക്കൽ അഡ്രസ്സിൽ പോലീസിനെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. അവര് ഒളിവിലുണ്ടായിരുന്ന ഒരു സാഹചര്യം കൂടി അപ്പോഴുണ്ടായിരുന്നു. അപ്പം നീട്ടിക്കൊടുക്കാനുള്ള ഒരു സാങ്കേതിക തടസ്സമുണ്ടായിരുന്നത് കൊണ്ട് പോലീസ് സംരക്ഷണം തൽക്കാലത്തേക്ക് പിൻവലിക്കണമെന്നാണ് കോടതി നിർദ്ദേശിച്ചത്. അതേസമയം വീണ്ടും കോടതി ഈ മൊണാലിസയും ഭർത്താവും കോടതിയെ സമീപിക്കുകയും പോലീസ് സംരക്ഷണം നൽകാൻ ആവശ്യപ്പെടുകയും ചെയ്തതിനെ തുടർന്നാണ് പാലാരിവട്ടം പോലീസിന് ഹൈക്കോടതി ഇവർക്ക് പോലീസ് സംരക്ഷണം നൽകാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. പാലാരിവട്ടം പോലീസിനെ ഹർജിയിൽ കോടതി സ്വമേധയാ കക്ഷി ചേർത്തിട്ടുണ്ട്. മൊണാലിസയുടെ ഹർജിയിലാണ് ഈ ഇടക്കാല ഉത്തരവ് ഹൈക്കോടതി പുറപ്പെടുവിച്ചിരിക്കുന്നത്. എന്തായാലും നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഇതിൽ ഉണ്ടായിരുന്ന ഒരു തർക്കം ഇതാണ്. ശരിക്കും നേരത്തെ ഇവർക്ക് പോലീസ് സംരക്ഷണം നൽകിയിരുന്നു ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരം. അതായത് ഈ മൊണാലിസയുടെ ഭർത്താവും മൊണാലിസയും തമ്മിലുള്ള വിവാഹത്തിന്റെ അവരുടെ ഏജുമായി ബന്ധപ്പെട്ട ഡിസ്പ്യൂട്ട് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ മധ്യപ്രദേശ് കോടതിയിൽ പോക്സോ കോടതിയിൽ ഇയാളുടെ മുൻകൂർ ജാമ്യം തള്ളുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ നേരത്തെ ഇത്തരത്തിൽ ഇവരുടെ മറ്റൊരു സംസ്ഥാനത്തേക്ക് ഇവരുടെ ഹർജി പരിഗണിക്കുന്നത് വരെയുള്ള ട്രാൻസിറ്റ് ബെയിൽ എന്നുള്ള നിലയിൽ അവർക്ക് ആ പരിഗണന നൽകിയിരുന്നു. പക്ഷേ മധ്യപ്രദേശ് കോടതി കേസ് പരിഗണിക്കുന്ന സാഹചര്യത്തിൽ അത് ആ ട്രാൻസിറ്റ് ബെയിൽ തള്ളുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. തുടർന്നാണ് ഇവരുടെ ഏജുമായി ബന്ധപ്പെട്ടുള്ള സാഹചര്യം, ഏജ് സർട്ടിഫിക്കറ്റ് തിരുത്തിയതുമായി ബന്ധപ്പെട്ട പരാതി ഇവർ തന്നെ മധ്യപ്രദേശ് കോടതിയിൽ നൽകിയിട്ടുണ്ട്. അതിലും മധ്യപ്രദേശ് കോടതി പോലീസ് സംരക്ഷണം നൽകണമെന്ന്, അതായത് മധ്യപ്രദേശ് കോടതിയുടെ നടപടിക്രമങ്ങൾ അവസാനിക്കുന്നതുവരെ പോലീസ് സംരക്ഷണം നൽകണമെന്നുള്ള ഉത്തരവിട്ടത്. അതേ തുടർന്ന് വീണ്ടും പോലീസ് സ്റ്റേഷനിൽ, അതായത് കേരളത്തിലെ ഹൈക്കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള പോലീസ് സംരക്ഷണം നടക്കുന്നുണ്ട്, പോലീസ് സംരക്ഷണം തുടരുന്നുണ്ട്. അത് അവസാനിക്കുന്ന കാലഘട്ടത്തിൽ അത് റിന്യൂവലിന്റെ സമയത്താണ് പോലീസ് സംരക്ഷണത്തിനായി ഇവരെ രണ്ട് ആളെയും ലോക്കൽ അഡ്രസ്സിൽ കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞില്ല എന്നൊരു സാഹചര്യം വന്നത്. അങ്ങനെയാണ് കോടതി തൽക്കാലത്തേക്ക്, അതായത് ഇവരെ ഹാജരാകുന്നവരെ പോലീസ് സംരക്ഷണം നിർത്തിവെക്കാൻ പറഞ്ഞത്. പിന്നീട് ഇവരെ നേരിട്ട് കോടതിയിൽ ഹാജരാക്കി ഇപ്പോൾ പാലാരിവട്ടം പോലീസിനെ വ്യക്തമാണ്. ആജ്ഞ രവീന്ദ്രനാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു പ്രധാന കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.